തമിഴ്നാട് ചെന്നൈയിൽ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഭാസ്കറിനെ കൊലപ്പെടുത്തി പൊളിത്തീൻ ബാഗിലാക്കി നഗരമധ്യത്തിലെ പുഴയോരത്ത് തള്ളിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. വിരുവകമ്പാക്കം സ്വദേശി ഗണേശനാണ് പോലീസിന്റെ പിടിയിലായത്. പെൺവാണിഭ നടത്തിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആദംബാക്കം രാമകൃഷ്ണപുരം സ്വദേശിയായ ഭാസ്കരനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൈകാലുകൾ കെട്ടി ചോര വാർന്നൊലിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നഗരത്തിലെ ചിന്മയ നഗർ നെൽക്കുന്നം റോഡിൽ നദീപാലത്തിന് സമീപത്താണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. വിരുകൻപാക്കം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. പെൺവാണിഭ ബ്രോക്കറായ ഗണേശൻ ഭാസ്കറിന് സ്ഥിരമായി പെൺകുട്ടികളെ എത്തിച്ചു നൽകാറുണ്ടായിരുന്നു. സിനിമാ രംഗത്തെത്തുന്ന ജൂനിയർ താരങ്ങളെ ഉപയോഗിച്ചാണ് ഇയാൾ പെൺവാണിഭം നടത്തി വന്നത്. ശനിയാഴ്ച രാത്രിയിൽ ഭാസ്കറിന് 2 പെൺകുട്ടികളെ എത്തിച്ചു നൽകാമെന്ന് ഗണേശൻ സമ്മതിച്ചിരുന്നു. ഇതിനായി ഭാസ്കരൻ ഗണേശന്റെ വീട്ടിലെത്തിയെങ്കിലും പെൺകുട്ടികൾ വരാൻ വൈകി. മദ്യലഹരിയിലായിരുന്ന ഇരുവരും ഇതിന്റെ പേരിൽ വാക്കേറ്റമായി. കയ്യേറ്റത്തിനെ തുടർന്ന് അടികൊണ്ട് താഴെ വീണ ഭാസ്കരൻ ബോധരഹിതനായി. തുടർന്ന് കമ്പിവടികൊണ്ട് തലക്കടിച്ചും കഴുത്തുഞെരിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഗണേശൻ പോലീസിനോട് പറഞ്ഞു. പുലർച്ചെ 2 മണിയോടെയാണ് പോളിത്തീൻ കവറിൽ കെട്ടിയ മൃതദേഹം നദിക്കരയിൽ ഉപേക്ഷിച്ചത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കമ്പിവടിയും മൃതദേഹം ഉപേക്ഷിക്കാനായി കൊണ്ടുപോയ ബൈക്കും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചെന്നൈ.